കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നല്ല ഒന്നാം തരം കൊട്ടാണ് കിട്ടിയത്. ഒന്നാം തരം എന്ന് പറഞ്ഞാൽ നല്ല അസല് കൊട്ടാണ്. ഒരു ഇന്ത്യക്കാരൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി രാഹുലിനെ വിമർശിച്ചത്. ഭാരതീയൻ, അതെ, ഒരു ഭാരതീയൻ ഒരിക്കലും, നിങ്ങളൊരു ഭാരതീയനാണോ, ഒരു ഭാരതീയൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്നൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണം. അതവിടെ നിൽക്കട്ടെ. ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത്, നമ്മുടെ പാർലമെന്റിൽ വിവിധ കമ്മിറ്റികളുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ്, ഡിഫൻസ്, ഹോം, അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇങ്ങനെ വിവിധ വകുപ്പുകളെ സംബന്ധിച്ച് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രതിപക്ഷ കക്ഷികളും ഭരണപക്ഷ കക്ഷിയിലെ അംഗങ്ങളും ഒക്കെ ഉൾപ്പെടും. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് കേൾക്കുന്നത്, രാഹുൽ ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പാർലമെന്ററി കമ്മിറ്റിയാണ്, ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണവും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ, ഈ പുറത്താക്കലുമായിട്ട്? ബന്ധമില്ല. വാസ്തവത്തിൽ ഇത് അവരുടെ കാലാവധി തീരുന്നതിനെ തുടർന്ന് പാർലമെന്റ് എടുക്കുന്ന ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇത് നമ്മൾ നിയമിക്കുന്നത്, ഇപ്പോൾ പുതുതായിട്ട് ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്. ഇവരെ എല്ലാം നിയമിച്ചിട്ടുള്ളത് ഒരു നിശ്ചിത കാലയളവിലേക്കാണ്. അതിൻ്റെ കാലയളവ് കഴിയുമ്പോൾ ഇവരെല്ലാം അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പുറത്താവുകയും പുതിയ ആൾക്കാരെ നിയമിക്കുകയും ചെയ്തു. ഇപ്പോൾ വന്നിരിക്കുന്ന വലിയൊരു ഭാഗ്യം ഇതിൻ്റെ ഫലമായിട്ട്, ഈ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലാതെ ഒരു നടപടിയല്ല, നടപടിക്രമമാണ്. അത് വ്യത്യാസം തിരിച്ചറിയണം. ഒരു തുടർച്ചയാണ്, അത് തുടർച്ചയാണ്, കീഴ്വഴക്കവുമാണ്. നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ് രാഹുൽ ഗാന്ധി ഒഴിവാക്കപ്പെട്ടു. അതായത് എവിടെയായിരുന്നു? പാർലമെൻ്ററി കമ്മിറ്റി ഓൺ ഫോറിൻ അഫയേഴ്സ്. അതിലെ അംഗമാണ് ശശി തരൂരും അതിൻ്റെ ചെയർമാനുമാണ്. ദേശസ്നേഹമുള്ള കോൺഗ്രസ്സുകാർ ഇപ്പോൾ രണ്ട് വിഭാഗക്കാരുണ്ട്. ദേശസ്നേഹമുള്ളവർ താരതമ്യേന മൈനോറിറ്റിയാണ് കോൺഗ്രസ്സിൽ. ഭൂരിപക്ഷമുള്ളത് ദേശവിരുദ്ധരായിട്ടുള്ള കോൺഗ്രസ്സുകാർ. ആ ടീമിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്നതുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റിയിൽ, കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കമ്മിറ്റിയിൽ പല രഹസ്യങ്ങളും വരും. പരസ്യമായിട്ട് പറയാൻ പാടില്ലാത്ത സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ, അതും കൂടിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ദേശത്തെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ ഞാൻ പുറത്തു പറയുകയില്ല, പ്രീതിയോ ഭീതിയോ കൂടാതെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള സത്യപ്രതിജ്ഞയാണല്ലോ കൈക്കൊള്ളുന്നത്. അതിൽ ഈ രഹസ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിനോടുള്ള കൂറ് കൊണ്ട്, അതും പറയുന്നുണ്ട് സത്യപ്രതിജ്ഞയിൽ. അതുകൊണ്ട് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രാജ്യത്തിനോട് കൂറും വിശ്വാസ്യതയും പുലർത്തിക്കൊണ്ട് ഞാൻ വിശ്വാസ്യത എന്ന് പറയുന്നതാണ് രഹസ്യങ്ങൾ. ആ വിശ്വാസ്യത എന്നേ കളഞ്ഞ ഒരു വ്യക്തിയാണ് ഇത്രയും കാലം ഒരു തുരപ്പനെ പോലെ എന്ന് ഞാൻ പറയും. ആ വാക്കാണ് ഉപയോഗിക്കാൻ, മിനിമം ഡീസൻസി വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കതാണ്. തുരപ്പനെ പോലെ ഈ കമ്മിറ്റിയിൽ കടന്നു കയറിയ, തൻ്റെ കുടുംബ മഹിമ കൊണ്ട് മാത്രം കിട്ടിയ വിജയം കൊണ്ട് കടന്നു കയറിയ വ്യക്തിയാണ് തുരപ്പൻ പണി കാണിച്ചുകൊണ്ടിരിക്കുന്ന നെഹ്റു കുടുംബത്തിൻ്റെ ഈ പുത്രൻ. ഹിന്ദുവിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാരതമെന്നുള്ള ആ സത്തയെ തന്നെ നിരാകരിക്കുന്ന, ഇന്ത്യയുടെ പരാജയങ്ങളെല്ലാം ആഘോഷിക്കുന്ന, സൈന്യത്തിൻ്റെ, പോലീസിൻ്റെ, എന്തിനധികം നമ്മുടെ ബഹുജനങ്ങളുടെ വരെ വീര്യം ചോർത്തിക്കളയുന്ന, ഇന്ത്യ എന്ന ഈ പ്രദേശത്തെക്കുറിച്ച്, ഈ രാജ്യത്തെക്കുറിച്ച്, ഈ രാഷ്ട്രത്തെക്കുറിച്ച്, ഈ സംസ്കാരത്തെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായ ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്ന ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറയുന്ന സത്യങ്ങൾ പോലും വായിക്കാതെ വിവരമില്ലാതെ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഉപാലംബങ്ങളുണ്ടല്ലോ, അതിന് ഇത് ശിക്ഷയായിട്ട് തന്നെ ഫലത്തിൽ സംഭവിച്ചിരിക്കുന്നു. വേണമെങ്കിൽ പാർലമെന്റിന് ഇത് നീട്ടിക്കൊടുക്കാമായിരുന്നു അല്ലേ? പാർലമെന്ററി കമ്മിറ്റിയിൽ ഒരു തവണ കൂടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഒരു തവണ കൂടി നമുക്ക് അചിന്ത്യമാണ്. സുപ്രീം കോടതി പോലും, ഒരു രാഷ്ട്രീയവും മതമില്ലാത്ത സുപ്രീം കോടതിയും ഒരു ഭാരതീയനും ഇങ്ങനെ പറയുകയില്ല എന്ന് ഒരൊറ്റ വ്യക്തിയെക്കുറിച്ചും സുപ്രീം കോടതിയുടെ റെക്കോർഡഡ് ഹിസ്റ്ററിയിൽ ഇന്ന് വരെ ആരെപ്പറ്റിയും പറഞ്ഞിട്ടില്ല. ഒരുപാട് പേരുണ്ടായിരുന്നു ഇന്ത്യയെ ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ ചൈന കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതി ചോദിച്ച ചോദ്യം, എന്ത് തെളിവാണ്? നിങ്ങളിങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ആരാണ് നിങ്ങളോട് ഇത് പറഞ്ഞത്
എന്ന് ചോദിച്ച് ആണ് സുപ്രീം കോടതി തുടങ്ങിയത്. അതെ, അഭിഷേക് സിംഗ് കൊടികെട്ടിയ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായിട്ടുള്ള കോടികൾ വാങ്ങിക്കുന്ന പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്നാണ് കോടികൾ ബാഗിൽ മറന്നു വെച്ച് പോയത് കണ്ടത്. നമ്മളൊക്കെ ഈ ഒരു ടിക്കറ്റൊക്കെ കാലഹരണപ്പെട്ട് കഴിയുമ്പോൾ കളഞ്ഞു വെച്ചതുപോലെ കോടികളുടെ പണം തൻ്റെ ബാഗിൽ വെച്ച് തൻ്റെ സീറ്റിൽ വെച്ച് മറന്നുപോയ വ്യക്തിയാണ് അഭിഷേക് സിംഗ് മനു. ഒന്ന് കൺസൾട്ട് ചെയ്യണമെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം. ഒന്ന് മുഖാമുഖം കാണണം. സിനിമാ നടന്മാർക്ക് പോലും എത്രയില്ല, നമുക്ക് ഫ്രീ ആയിട്ട് കാണാം അവരുടെ മുഖം. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ വാദിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ല. ഇവിടെ നടന്നത് ഭാരത് ജോഡോ യാത്രയിലാണ് 2022 ഇത് പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഡിസംബർ മാസത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. പക്ഷേ കയ്യടി കിട്ടാൻ വേണ്ടി പറഞ്ഞ ഈ കാര്യം, അമേരിക്കയെ, ചൈനയെ, പാകിസ്ഥാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ ഈ കാര്യം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അദ്ദേഹം പൂർവാധികം ശക്തിയോടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ കഴുത്തെ ചുറ്റിയ പാമ്പായിരിക്കുകയാണ്. പാർലമെന്റ് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പട്ടാളക്കാർക്ക് വരെ ക്ഷോഭം, മനക്ഷോഭം. ഞങ്ങളീ തണുപ്പും വെയിലും മഞ്ഞും മഴയും സഹിച്ചുകൊണ്ട് അതിർത്തികൾ കാക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ബഹുജനങ്ങളുടെ ടാക്സ്, അതായത് നികുതി ഈടാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർലമെൻറ്റ്, അതിൻ്റെ പുതിയ കെട്ടിടം അലങ്കോലമാക്കുന്ന ഈ നെഹ്റു കുടുംബത്തിൻ്റെ പുതിയ സന്താനം കാണിക്കുന്ന ചെയ്തികൾ ശിവൻകുട്ടിയുടെ ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധിയുടേത് ഇപ്പം 1 മാസമായിട്ടും അവിടെ അദ്ദേഹം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ സാമ്പാ നൃത്തം പാർലമെൻറ്റിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്നതിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആ കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുന്ന 2 പേര്, അവരുടെ പേരും കൂടെ പറയാം. മനീഷ് തിവാരി, നല്ല വിവരമുള്ള കോൺഗ്രസ്കാരനാണ്. അതുപോലെ തന്നെ വളരെ നിരാശനുമാണ്. രാഹുൽ ഗാന്ധിയെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്, അതിൽ പ്രധാനിയാണ് മനീഷ് തിവാരി. അല്പം ബുദ്ധിയുള്ളതുകൊണ്ട് ഈ 23 പേരിൽ ഒരാളാണ്. അതെ, ഈ അല്പം ബുദ്ധിയുള്ളതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ വിവരദോഷങ്ങൾ സഹിക്കാൻ വയ്യാത്ത ഒരു വ്യക്തി. അതുപോലെ തന്നെ ഗുർജിത് സിംഗ് ഓജ്ല, ദേശസ്നേഹിയായ സർദാർജി, അവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബുദ്ധിപൂർവ്വം. ശശി തരൂരായിരുന്നു ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ചെയർമാൻ. അദ്ദേഹത്തിനെ ഇപ്പോൾ INB-യുടെ അതെ, പക്ഷേ രാഹുലിന് ഒരിടത്തും ചുമതല കൊടുത്തില്ല. ഇതിൽ ശരത് പവാറും ഉണ്ട്. ശരത് പവാർ പിന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടുണ്ട്. സുപ്രിയ സുലെയെ, അദ്ദേഹത്തിൻ്റെ മകളെ പിന്നെ നമ്മുടെ പ്രതിരോധ വകുപ്പിൻ്റെ കമ്മിറ്റി. എല്ലാ വകുപ്പിനും ഉണ്ട് ഇതുപോലെ കമ്മിറ്റി. മന്ത്രിമാർ മാത്രമല്ല തീരുമാനമെടുക്കില്ല, പാർലമെന്ററി വളരെ ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഈ പാർലമെന്റ്. അതെ, മന്ത്രിമാർക്കോ മന്ത്രാലയത്തിനോ തെറ്റ് സംഭവിച്ചാൽ നമുക്ക് ഈ പാർലമെന്ററി കമ്മിറ്റിയെ റെഫർ ചെയ്യുക. അവര് പരിശോധിക്കും, അവർ അന്വേഷണം നടത്തും, അവരിത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഭൂരിപക്ഷം കിട്ടി പാസ്സാക്കാവുന്ന ബില്ലുകൾ പോലും അങ്ങനെ ഈ പാർലമെന്ററി കമ്മിറ്റിക്ക് അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിക്ക്, സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുക ചെയ്യുന്നത്. അത് വളരെ ശ്ലാഘനീയമായ ഒരു ജനാധിപത്യ പ്രവർത്തനമാണ്. അതെ, ആ പാർലമെന്റിന്റെ കഴുത്തിന് പിടിച്ചാണ് ഇപ്പോൾ അദ്ദേഹം ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അതാണ് അദ്ദേഹം ചെയ്യുന്ന രാജ്യ സ്നേഹം. ശരിക്കും കേന്ദ്ര സർക്കാർ ബുദ്ധിപരമായ ഒരു തീരുമാനം തന്നെ എടുത്തു. അദ്ദേഹത്തെ ഈ കമ്മിറ്റിയിൽ നിന്നങ്ങ് ഒഴിവാക്കാതെ. പിന്നെ ചാരന്മാരെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിൽ വയ്ക്കാൻ പറ്റൂ? കള്ളനെ കാവലേൽപ്പിക്കുന്ന പോലെയല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷേ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ, പട്ടാളക്കാരുടെ, റിട്ടയേർഡായിട്ടുള്ള പട്ടാളക്കാരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിരിക്കാം അത്. ഭാരതീയനല്ലാത്ത, സുപ്രീം കോടതി പറഞ്ഞതാണ്, അതിപ്പോൾ ലെജിറ്റിമേറ്റാണ്, ഭാരതീയനല്ലാത്ത രാഹുൽ ഗാന്ധി ഭാരതീയ പാർലമെൻറ്റിൻ്റെ, സൻസദിൻ്റെ ഒരു കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി കിട്ടിയത് അത്രയും ഭാഗ്യം. ഇനിയിപ്പോഴത്തെ പ്രാർത്ഥന പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നുകൂടി അദ്ദേഹം ഒഴിവായി കിട്ടണം. അല്ലെങ്കിൽ അദ്ദേഹം നെഹ്റുവും ആ നെഹ്റു കുടുംബവും ഈ രാജ്യത്തിന് ചെയ്തിട്ടുള്ള സേവനങ്ങളെ എല്ലാം തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഈ പ്രസ്താവനകൾ തുടർന്നുകൊണ്ടിരിക്കും. നെഹ്റു കുടുംബം രാജ്യത്തിന് വേണ്ടി ചെയ്തതിനെയെല്ലാം ഡീകൺസ്ട്രക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അപനിർമ്മിക്കുന്ന ഒരാളായിട്ട്, അന്ത്യക്രിസ്തുവായിട്ട് അദ്ദേഹം തീർന്നേനി എന്നേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.